ഹലോ വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് ഫാഷൻ കഫേ പുളിമൂട്ടിൽ സിൽക്സ്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ നിൽക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ കാണിച്ചു തരാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ നിങ്ങൾക്ക് ഓടി വന്ന് വാങ്ങിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അത് കൂടാതെ ഞാനിത് എവിടെ ലൊക്കേഷൻ ആദ്യം പറഞ്ഞുതരാം. നമ്മുടെ പാലായിലുള്ള നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ നമുക്ക് നേരെ നോക്കിയാൽ കാണാം KSRTC സ്റ്റാൻഡാണ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടിമണിക്കൽ ടവേഴ്സിലാണ് നമ്മൾ പുളിമൂട്ടിൽ സിൽക്സ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് അകത്തേറി നോക്കിയാലോ. അതാ അവിടെ നമ്മുടെ ഒരു ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്ത് കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സിനെ കൊണ്ട് വന്നിരിക്കാൻ തോന്നുന്നത്. അപ്പോൾ അവരുടെ ഒരു ടൈം അതിൻ്റെ ഉള്ളിൽ അവർ ചിലവാക്കുമ്പോൾ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് എന്താണ് കാര്യങ്ങൾ, ആ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടുത്തെ നാട്ടുകാരനാണോ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. എന്തായാലും ഓട്ടോ ചേട്ടനാൽ ഇവിടുത്തെ നാട്ടുകാരനായിരിക്കും, ഒബ്വിയസ്ലി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ചേട്ടനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. നമസ്കാരം. നല്ല പ്ലസൻ്റ് ആയിട്ട് സ്മൈൽ ചെയ്ത് നിൽക്കുക ചേട്ടാ രാവിലെ തന്നെ. അപ്പോൾ നമുക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ് ചേട്ടാ. ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണല്ലേ? ഓട്ടം വന്നാണ്, മനസ്സിലായി. അതെ അല്ലേ, കസ്റ്റമർ ഉണ്ടല്ലേ അകത്ത്. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് സീസണാണ്, പിന്നെ എല്ലാ സീസണിലും ചേട്ടൻ ഫാമിലിനെയും കൊണ്ട് നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സിൽ വരാറുണ്ടല്ലേ? നല്ല കളക്ഷനൊക്കെ ഇല്ലേ പുളിമൂട്ടിൽ സിൽക്സിൽ? റെഡിമെയ്ഡ് ചുരിദാറിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ട്. റെഡിമെയ്ഡ് ഡ്രസ്സും അങ്ങനത്തെയൊക്കെയാണ് എടുക്കുന്നത് ഫാമിലിക്ക് വേണ്ടിയിട്ട്, മക്കൾക്കും പർച്ചേസ് ചെയ്യാറ്. ചുരിദാർ അതെ അല്ലേ? അപ്പോൾ ചേട്ടൻ ഷർട്ട് അങ്ങനത്തെയൊക്കെ. അപ്പോൾ ചേട്ടൻ കൂടുതലും മക്കൾക്കായിട്ടും വൈഫിനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ റെഡിമെയ്ഡ് ചുരിദാർ, കുർത്തി, അല്ലെങ്കിൽ ആൺപിള്ളേർക്കാണെങ്കിൽ നമ്മുടെ ഷർട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കും ഒരു ആഗ്രഹം, നമുക്ക് ആദ്യം റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ പോയിട്ട് ഞാനും കുറച്ച് അവരെയൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കണ്ടേ നമ്മുടെ പുളിമൂട്ടിൽ സിൽക്സിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത്. അപ്പോൾ ഞാൻ പോയി അവരൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ചേട്ടാ. ചേട്ടൻ അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തു. ഓക്കെ, എനിവേ ഹാപ്പി ക്രിസ്മസ് ചേട്ടാ. ഓക്കെ. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് റെഡിമെയ്ഡ് സെറ്റുകൾ എന്തൊക്കെയാണ്, നമ്മുടെ സ്ത്രീകൾക്കുള്ള റെഡിമെയ്ഡ് കുർത്തീസും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എനിക്ക് ഉറപ്പ് ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് കയറി നോക്കാം. സോ നമ്മൾ പറഞ്ഞു സ്ത്രീകൾക്കായി എക്സ്ക്ലൂസീവായിട്ട് ഇവിടെ ഒരു സെഷൻ തന്നെ ഉണ്ട്. പൊതുവെ ഇപ്പം എന്നെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. കോസ്റ്റ്യൂംസ്, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കോസ്റ്റ്യൂംസ്, ഈവൻ കളേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് നമ്മൾ ഒബ്സസ്ഡ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ കുറേ കളേഴ്സിനോടൊക്കെ ഭയങ്കര അട്രാക്റ്റഡ് ആണ്. അപ്പോൾ അതേപോലെ നല്ല അടിപൊളി നമ്മുടെ പുളിമൂട്ടിൽ നല്ല അടിപൊളി വുമൻസിന് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് സെഷനിലേക്കാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ എന്തൊക്കെയുണ്ട്, എങ്ങനെയൊക്കെയാണ് അടിപൊളി കളക്ഷൻസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. വാ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ വിവിഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈവൻ പാർട്ടി വെയർ തൊട്ട് നോർമൽ കുർത്തീസ് വരെ നല്ല കളക്ഷനാണ് കണ്ടത്. ഞാൻ വന്നപ്പോൾ കുറച്ചൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എടുത്തിട്ട് പോവാം. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഹായ്. സോ പേരെന്താ ചേച്ചി? എൻ്റെ പേര് കാർത്തിക. കാർത്തിക നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ വന്നപ്പോൾ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം ഭയങ്കര സ്മൈൽ ചെയ്തിട്ടൊക്കെ തന്നെ നിൽക്കുന്നത്. അത് കണ്ടാലും നമുക്ക് ഓക്കെയാണ്. ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമുക്ക് നല്ലത് ഏതാണെന്ന് വെച്ചാൽ പിക്ക് ചെയ്ത് തരാനൊക്കെ ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്റർ ആയിരിക്കും. ഇവരുടെ എനർജിയും കൂടി നമുക്ക് കിട്ടാൻ നേരത്ത്. അതെനിക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിച്ചു തരാമോ? അപ്പോൾ ആദ്യം നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ജാക്കറ്റ് ഒക്കെ കൂടെ ഉള്ള ഒരു ചുരിദാർ സെറ്റ് പറ്റില്ല. ഓക്കെ. പാൻ്റ് ആയിരിക്കും അതിന് വരുന്നത്? പാൻ്റ് ഉണ്ട്, ജാക്കറ്റ് ഉണ്ട്, ഷോൾ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓ നൈസ്. ഇപ്പം കൂടുതലും ആൾക്കാർ ഇങ്ങനത്തെ പീച്ച് ലൈറ്റ് കളേഴ്സ് ആണല്ലേ എടുക്കുന്നത്, പേസ്റ്റൽ ഷെയ്ഡ്സ്. ഷോൾ ഉണ്ട്, ജാക്കറ്റ് വരുന്നുണ്ട്. മെറ്റീരിയൽ വന്നിട്ട് നമുക്ക് റോ കോട്ടന്റെ മെറ്റീരിയലാണ് വരുന്നത്. റോ കോട്ടന്റെ മെറ്റീരിയൽ. ഷോൾ വന്നിട്ട് ഓർഗൻസ്, ലേസ് വർക്കും ത്രെഡ് വർക്കും.
നല്ലൊരു ഷോളൊക്കെ ആയിട്ട് വരുന്ന ഒരു സെറ്റാണ്. ആക്ച്വലി ഇപ്പോൾ വെഡ്ഡിങ്ങിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവരും നല്ലൊരു ഹെവി തൊട്ട് ലൈറ്റായിട്ടുള്ള കോസ്റ്റ്യൂംസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ഹെവി ഒരു കോസ്റ്റ്യൂം പോലെ നിങ്ങൾക്ക് നല്ലൊരു വെഡ്ഡിങ് അങ്ങനത്തെ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പേസ്റ്റൽ കളർഡായിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ്. ഓവർ കോട്ട് വരുന്നത്. ഓ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. നമുക്ക് കോട്ട് വരുന്നത് ചൈനീസ് കോളറാണ്. ചൈനീസ് കോളർ അല്ലേ? എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു കളക്ഷൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. നമുക്ക് വേറെ കളർ ചേഞ്ച് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിന്റെ വേറെ ഒത്തിരി കളർ ചേഞ്ചസ് ഇതിന്റെ തന്നെ ഉണ്ട്. ഓക്കെ, കളർ ഷെയ്ഡ്സ് ഉണ്ട് അല്ലേ? ഇനി നമുക്ക് നോർമൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമ്മൾ നോർമൽ യൂസിന് പറ്റുന്ന ഒരു അംബ്രല വരുന്ന ടോപ്പ്. ഓക്കെ, ഇപ്പൊ നമുക്ക് കോളേജിലൊക്കെ ഇപ്പൊ പോവാനാണെങ്കിലും അല്ലേ? അതിനോട് തന്നെ പലാസോ പാൻസ് റയോൺ വെറ്റും ഇല്ല വരുന്നത്. ഓക്കെ, ശരി ശരി. അതിന്റെ തന്നെ വേറെ കളേഴ്സ് നമുക്കുണ്ട്. ഇതിന്റെയൊക്കെ ഒരു പ്രൈസ് റേഞ്ച് എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഒരു 800 സംതിങ് ആ ഒരു റേറ്റ് വരുന്നു. ഇത് രണ്ടും കൂടെ സെറ്റ് ആയിട്ടല്ലേ? ഈ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് കാണിച്ച ഒരു പേസ്റ്റൽ അതൊക്കെ ഒരു 2-3 അങ്ങനെ പോകും. ഓക്കെ, ശരി ശരി. അതുപോലെ നമുക്ക് പലാസോ സെറ്റ്. പലാസോ ഇപ്പോൾ കുറേ പേര് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പലാസോ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഓക്കെ പലാസോ സെറ്റ്. പലാസോടൊപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു കൂടുതലും ഞാൻ മറ്റേ ജാക്കറ്റൊക്കെ ആയിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ ഇത് സ്കേർട്ടാണ്, ബട്ട് ഇതിൻ്റെ തന്നെ പലാസോ കട്ടുകളൊക്കെ നമുക്ക് ഒരുപാട് കാണാറുണ്ട്. ഇട്ടിരിക്കുന്ന ആ ഒരു മോഡൽ തന്നെ പലാസോ വരും. സ്കേർട്ടാണ് അല്ല പാൻറ് ആണ് വരുന്നത്. പലാസോ വരുന്നുണ്ട്. കോട്ടും വരുന്നുണ്ട്. ജാക്കറ്റ് അല്ലേ? അതിൻ്റെ തന്നെ വേറെ പാറ്റേൺസും. അതിൻ്റെ വേറൊരു പാറ്റേൺ ആണ്. ഇത് ഇച്ചിരി ഹെവി ആയിട്ട് വർക്ക് വരുന്നുണ്ട്. ഗ്ലാസ്. ഓ നൈസ്. പേസ്റ്റൽ തന്നെ അല്ലേ? എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂമിൻ്റെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ വേറെ വേറെ കളേഴ്സ് കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് വേറെ ആണല്ലോ. ചിലവർക്ക് ഡാർക്ക് ഷെയ്ഡ്, ചിലവർക്ക് ലൈറ്റ് ഷെയ്ഡ്, ഈവൻ നമ്മുടെ സ്കിന്നായിട്ട് മാച്ച് ആയിട്ടൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും ഓരോ കോസ്റ്റ്യൂംസ് സെലക്ട് ചെയ്യുന്നത്. അതേപോലെ ഇവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നൈസ് പേസ്റ്റൽസ്. ഓ ഇതിൻ്റെ ജാക്കറ്റ് ആണോ ഇത്? ഫുള്ള് ഗ്ലാസ് വർക്കും ത്രെഡ് വർക്കും. ഓ ഹെവി ആയിട്ട് വരുന്നല്ലേ? നൈസ്. അടുത്തൊരു ക്രോപ്പ് ടോപ്പ്. ക്രോപ്പ് ടോപ്പ് സ്കേർട്ട് ഷോള്. സ്കേർട്ട് ആണല്ലേ വരുന്നത്? വിചിത്ര സിൽക്ക് മെറ്റീരിയൽ വരുന്നത്. ഓക്കെ, ഷൈനിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഫുള്ള് വർക്ക് വരും. ഹെവി ആയിട്ടല്ലേ? ഹെവി ആയിട്ട് ഷോളായിട്ട്. ഷോള് ലേസ് വർക്ക് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് ടോപ്പും സ്കേർട്ടും ഓൾറെഡി വർക്ക് ഉണ്ടല്ലോ. അപ്പൊ ഷോള് മാത്രം സിമ്പിൾ. നൈസ്. അതിന്റെ തന്നെ വേറൊരു കളർ. ഡിഫറെന്റ് ഷെയ്ഡ്. പാറ്റേൺ വർക്കും ഡിഫറെന്റ് ആയിട്ട്. സ്കേർട്ടും ഷോളും തന്നെ വരുന്നത്. അതെ തന്നെ പാറ്റേൺ വർക്ക് ഡിഫറൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് കുർത്തീസ്. നോർമൽ കുർത്തീസ്. കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ. ത്രെഡ് വർക്ക്. നല്ല ക്യൂട്ടായിട്ടുള്ള ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. സ്ലീവിന്റെ പോർഷനിൽ അതുപോലെ അതിലും വന്നിട്ടുണ്ടല്ലേ? സ്ലീവിന്റെ പോർഷനിൽ വർക്ക്. എന്തായാലും നമ്മുടെ ഒരു ക്രിസ്മസ് ടൈമിൽ എല്ലാവർക്കും അഫോർഡബിൾ ആക്കാൻ പറ്റുന്ന, ചിലവർക്ക് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള എഫോർഡ് ആവും, ചിലവർക്ക് നോർമൽ രീതിയിൽ എഫോർഡ് ആവത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും പറ്റിയ രീതിയിലുള്ള എല്ലാ കൈൻഡ് ഓഫ് കോസ്റ്റ്യൂം ഇവിടെ ഉണ്ട്. നോർമൽ റേറ്റിലും നല്ല റേറ്റിലൊക്കെ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഒരു ക്രിസ്മസ് ടൈമിന് നമുക്ക് ഇടാൻ പറ്റും. ഭയങ്കര എന്താ പറയുക, ക്യൂട്ടായിട്ടുള്ള ഹെവി അല്ല ത്രെഡിലുള്ള നല്ലൊരു കുർത്തി. നൈസ്. അടുത്ത് വരുന്നത് ഷിഫോൺ മെറ്റീരിയലാണ്. ഷിഫോൺ അല്ലേ? ഇതിന്റെ സ്ലീവ് വന്നിട്ട് എൽബോ ലെങ്തേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് 3/4 ഇല്ല, എൽബോ ലെങ്ത് ഇത് വരുന്നത്. ഇവിടെ പർച്ചേസ് ചെയ്യാൻ വരുന്ന എല്ലാവരും ഏതായിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്? പല കൈൻഡ് ഓഫ് ഉണ്ട്. ചിലർക്ക് സ്ലീവ്ലെസ്, ചിലർ എൽബോ ലെങ്ത്, ചിലർ ഫുൾ സ്ലീവ് അങ്ങനെ വരുന്നുണ്ട്. അതിന്റെ ഒക്കെ തന്നെ വേറെ പാറ്റേൺ. ലൈറ്റ് വെയിറ്റും ആണ്, നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റിയ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കളക്ഷനാണ്. നൈസ്. അതുപോലെ തന്നെ ഇത് സെമി സിൽക്ക് മെറ്റീരിയൽ, ജസ്റ്റ് സിമ്പിൾ ത്രെഡ് വർക്ക് മാത്രം. ഓക്കെ, അല്ല ഇങ്ങനെ നോക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിൽ ഇട്ട് വരാൻ നേരത്ത് കുറച്ച് അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് പ്രിന്റഡ് വരുന്ന ടൈപ്പ്. ഇത് സെമി സിൽക്കിൽ തന്നെ ഫുള്ള് പ്രിന്റഡ് വരുന്ന ടൈപ്പ്. ഓ ഇത് നല്ല സംഭവമാണല്ലോ. ഫ്രണ്ട് പോർഷനിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ പ്രിന്റ് ഞാൻ മുന്നേ കണ്ടിട്ടില്ല. നൈസ്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഒരു മുഗൾ അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു ഡിസൈൻ പോലെ ഫീൽ ചെയ്യുന്നു. ഒരു മുഗൾ കൈൻഡ് ഓഫ്. വേറെ പാറ്റേൺസും കളർ ചേഞ്ചസ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതൊക്കെ നമുക്ക് അല്ലാതെ നോർമൽ ആയിട്ടോ അല്ലാതെ ഫംഗ്ഷൻ വെയറും ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. കുറച്ച് റിച്ച് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലോത്ത്സിൻ്റെ ഭംഗിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒപ്പം അവർ ചെറുതായിട്ട് ഈ ഗ്ലാസ് വർക്ക് ഒക്കെ കൊണ്ടുവന്നപ്പോൾ നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു ഫംഗ്ഷൻ കൈൻഡ് ഓഫ് അറ്റയർ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് പാർട്ടി വെയർ ആയിട്ട് പോകുന്നത്
ഏതാ ഇതല്ലേ? പാർട്ടി വെയർ കുർത്തി. ഓ സിമ്പിൾ ആണല്ലേ, പക്ഷെ എന്നാൽ അത്യാവശ്യം വർക്കും ഉണ്ട്. ഭയങ്കര ഒരു എലഗന്റ് ഫീൽ ഉണ്ട് ഈ ഒരു കുർത്തി. ഞാൻ എടുക്കുന്നുണ്ടല്ലോ. നൈസ്, വെരി നൈസ്. ചെറിയ ചെറിയ ത്രെഡ് വർക്ക് ഇതൊക്കെ നോക്കും, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഒരു ഫിനിഷിംഗ് ഒക്കെ ഇറ്റ്സ് നൈസ്, റിയലി നൈസ്. ഓ ബാക്കിലും വരുന്നുണ്ടല്ലേ? ഉണ്ട് നമ്മുടെ ഇവിടെ ഷോൾഡറിൻ്റെ ആ താഴത്തെ പോർഷനിൽ മാത്രം. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് വരാണെങ്കിലോ? ഇത് 2000 സംതിങ് 2000 സംതിങ് ഒക്കെ വരുന്ന ടൈപ്പാണ്. പാർട്ടി വെയർ ഐറ്റംസ് ഫുള്ള് വർക്ക് വരുന്നത്. ഓക്കെ. ട്രഡീഷണൽ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ഒരു ബനാറസി ടച്ച് വരും. ട്രഡീഷണൽ എന്ന് പറയാം, ശരിയാ. നമുക്കൊരു ടച്ച് വരുന്ന ടൈപ്പ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഒരു ടെമ്പിൾ വിസിറ്റ് ഒക്കെ ചെയ്യാനാണെങ്കിലൊക്കെ നല്ല ഭംഗിയായിരിക്കും. നൈസ്. അതിൻ്റെ തന്നെ വേറെ കളേഴ്സും ഒക്കെ ഉണ്ട്. ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് കളർ ഷെയ്ഡ്സിലുണ്ട്. ഇപ്പോൾ കാണിച്ചതിൻ്റെ യെല്ലോ ഉണ്ട്. ഇപ്പോൾ കാണിച്ച 2 കുർത്തിയുടെയും ഐ മീൻ ആ ഒരു 2 അറ്റയറിൻ്റെയും ഒരുപാട് കളർ ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് അതെ ക്രിസ്മസിന് പറ്റിയതുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് അടിപൊളി കുറേ അറ്റയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യാതെ ഓടി വരിക, ഇവിടെ ഒന്ന് എടുക്കുക. ഞാനും എന്തായാലും ഒരുപാട് ഷോപ്പ് ചെയ്തിട്ട് തന്നെ പോകാൻ പോകുന്നത്. ഐ ഗ്യാരണ്ടീഡ് പുളിമൂട്ടിൽ അടിപൊളി കളക്ഷൻ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ക്രിസ്മസ് കളക്ഷൻസും ക്രിസ്മസ് പർച്ചേസൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കാമെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ഈ വീഡിയോ എന്തായാലും കണ്ടവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് എന്തായാലും വാങ്ങിക്കുക. ഈ ഒരു ക്രിസ്മസ് കളക്ഷൻ മാത്രമല്ല, നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷനും ഏതൊരു പേർപ്പസിനും ഇടാൻ പറ്റിയ എല്ലാ ടൈപ്പ് ഓഫ് കളക്ഷൻസും നമ്മുടെ ഈ ഒരു പുളിമൂട്ടിൽ സിൽക്സിലുണ്ട്. അപ്പോൾ ഈ സ്ഥലം എന്തായാലും നിങ്ങൾ മറക്കണ്ട. നമ്മുടെ പാലായിലുള്ള KSRTC സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇടിമണിക്കൽ ടവേഴ്സിലാണ് നമ്മുടെ ഈ ഒരു പുളിമൂട്ടിൽ സിൽക്സ് ഉള്ളത്. അപ്പോൾ വാങ്ങിക്കാത്തവരാണെങ്കിലും ഒന്നുകൊണ്ടും വെറീഡ് ആവണ്ട, ഇവിടെ എപ്പോഴും ഉണ്ട് നല്ല കളക്ഷൻസ്. ഓടി വരിക, വാങ്ങിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിനെ പറ്റി ഒന്ന് പറയുക, ഇവരുടെ കളക്ഷനെ പറ്റി പറയാം. അപ്പോൾ അവർക്കും കൂടി കുറച്ച് യൂസ്ഫുൾ ആയിക്കോട്ടെ, അവരും കൂടി നല്ല അടിപൊളിയായിട്ട് നല്ല കോസ്റ്റ്യൂമൊക്കെ ഇട്ട് തകർത്ത് നടക്കട്ടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇനി നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ബൈ.